വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കൊരു മുരിങ്ങയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു മിനിറ്റ് നമുക്കിത് വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ സവാള നന്നായി വഴന്ന് വന്നത് ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴന്ന് വന്നാൽ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ഇതിലേക്കാണ് നമ്മുടെ മുരിങ്ങക്കായ ഇടുന്നത്. അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ ഇതിൽ വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അളവിൽ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു 3 മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനൊന്ന് ഇനി അടച്ചു വെക്കണം. ഒരു 10 to 12 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഓൾമോസ്റ്റ് ഒരു 10 to 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തുറന്നു നോക്കാം. ഇതിൽ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ മുരിങ്ങക്കായ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. മുരിങ്ങക്കായ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ അടച്ചു വെക്കേണ്ട, തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പുണ്ടോ നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.